ഹലോ ഡിയേഴ്സ്, അങ്ങനെ +1 റിസൾട്ട് വന്നു. നിങ്ങൾക്കിപ്പോൾ മാർക്ക് വളരെ കുറവാണെന്ന് വിചാരിക്കുക. 10-ൽ താഴെ, 20-ൽ താഴെ, 30-ൽ താഴെയൊക്കെ ആണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾ 30-നും 40-നും ഇവിടെയൊക്കെ നിങ്ങൾ A+ ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത്, നിങ്ങൾ ഇപ്പം വളരെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന മുമ്പ് സംഭവിച്ച ഒരു പ്രശ്നം ഞാൻ പറയാം. പലർക്കും സംഭവിച്ച ഒരു അബദ്ധം എന്ന് പറയുന്നത് +1 അങ്ങ് ഫെയിലായി. +2 എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതിനകത്ത് ഇപ്പം കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് കുറച്ച് നേരത്തെയാണ്. പണ്ടായിരുന്നെങ്കിൽ അത് +2 എക്സാമിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് +2 എടുക്കാന്ന് വിചാരിച്ചാൽ +2 എക്സാം ചിലപ്പോൾ ടഫായി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 8 മാർക്കാണ്, അല്ലെങ്കിൽ 15 മാർക്ക്, അല്ലെങ്കിൽ 18 കിട്ടിയില്ല എന്ന് വിചാരിക്കും. +2 ബാക്കി ആ മാർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പിന്നെ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് നിങ്ങൾ എന്ന് കാണിക്കും. സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണിക്കും. അങ്ങനെ വന്നാൽ എവിടെയും നിങ്ങൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഫെയിലായി പിന്നെ എഴുതിയെടുത്തൊരു സ്റ്റുഡൻ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ ഓഫ് ചാൻസ് കാണിക്കും, എത്രാമത്തെ ചാൻസിലാണ് നിങ്ങൾ പാസ്സായതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, അത് ഇമ്പ്രൂവ് ചെയ്ത് ഒപ്പം +1 റിസൾട്ട് കൂടി രണ്ടുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ ആണെങ്കിൽ 36 ഉണ്ടെങ്കിൽ രണ്ടുകൂടി നോക്കിയിട്ട് ഇപ്പം കുറവാണെങ്കിലും അത് +2 എടുത്ത് ഇപ്പം ഇമ്പ്രൂവ് ചെയ്ത് മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കാനില്ല, അപ്പം നിങ്ങൾ പാസ്സാവും. അതല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും +2 ആവുമ്പോഴേക്കും ഈ ഒരു ഇമ്പ്രൂവ്മെന്റിന്റെ കൂടെ തന്നെ നന്നായിട്ട് മാർക്ക് നേടി +2 കൂടി റിസൾട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പം യൂട്യൂബിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബാച്ചിനെ കുറിച്ച് കേൾക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലെവൽ ഇപ്പം വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് പല ക്ലാസ്സുകളും മനസ്സിലാവില്ല. മനസ്സിലാകാത്ത ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ മാർക്കും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് മിസ്സാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ് നോക്കിയിട്ട് നിങ്ങളുടെ ലെവലിൽ നിന്നാണോ ക്ലാസ് എടുക്കുന്നത് നോക്കുക. കാരണം പല ക്ലാസ്സുകളും എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ക്ലാസ്സുകളായിരിക്കും. പലർക്കും അത് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലാണ് അവിടെ നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാവുന്ന ക്ലാസ്സുകളിലാണ് ജോയിൻ ആവേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു കേസ് ഞാൻ കാണിക്കാം. ഇനി മറ്റൊരു കേസ്, നിങ്ങൾക്ക് ഇപ്പൊ 2.5 മാസം സമയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന കേസുകളിൽ ഇവർക്ക് 1 മാസത്തെ സമയം കൊണ്ട് തന്നെ ഇവർ ഈ 5 മാർക്ക് 24 മാർക്ക് ആക്കിയിട്ടുണ്ട്. അതായത് 5 മാർക്കുമായിട്ട് വന്നിട്ടുള്ള കേസ് അഡ്ഡപ്പെടലും ഫെയിലായി വന്നിട്ട്, അതായത് ഇപ്പം ഇത് ഞാൻ സേയുടെ കേസ് കാണിക്കുന്നത്. അതായത് +2 കേസിൽ ഇവർക്ക് 18 ഉണ്ടായിരുന്നു, +1 കേസിൽ 18 ഉണ്ടായിരുന്നു, +2 ആണ് ഇവർ ഫെയിലായത് 5 മാർക്ക്. ആ ഫെയിൽ ആയതല്ലേ ഇപ്പം കാണിക്കുന്നത്. ഇപ്പം പാസ്സായ റിസൾട്ടാണ്, പക്ഷെ ഫെയിൽ ആയപ്പോൾ 5 ആയിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഇവരൊക്കെ ലേറ്റ് ആയിട്ട് ജോയിൻ ആയത് ഒരു 15-20 ദിവസമൊക്കെ എക്സാമിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതായത് +2 റിസൾട്ട് വന്നാൽ പിന്നെ എക്സാമിലോട്ട് ഒരു 15-20 ദിവസം ഉണ്ടാവുക. നിങ്ങളെപ്പോലെ ഇമ്പ്രൂവ്മെന്റിന്റെ 2.5 മാസം ഒന്നും കിട്ടൂല. എന്നിട്ട് പോലും ഇവർ ആ സമയം കൊണ്ട് തന്നെ ഒരു 15-20 ക്ലാസ് കൊണ്ട് 5-24 ആക്കി. ഒരു കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ട് 5 കിട്ടിയത്, പക്ഷെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് 15-20 ദിവസം കൊണ്ട് തന്നെ 24 ആയി. അപ്പൊ അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. 6-27 ആയ കേസുകൾ. ഈ പയ്യന് 8 മാർക്കായിരുന്നു, അഡ്ഡപ്പടലം പൊട്ടിയിട്ട് പിന്നെ 28 വേണമായിരുന്നു, +2 5-7 അങ്ങനെയും ഫെയിലായി. പിന്നെ സേക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് കെമിസ്ട്രിയും ഫെയിലായിരുന്നു, ഫിസിക്സും ഫെയിലായിരുന്നു, രണ്ടും നേടി 28-29 നേടി. 6-32 ആയ കേസുകൾ. അങ്ങനെ ഒത്തിരി. പിന്നെ ഇത് നമ്മളെപ്പോഴും പറയുന്ന നമ്മളെ SLCയിലൊക്കെ മിനിമം A+ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. 4 A+, ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ 4 A+ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ A+ വാരിക്കോരി കൊടുത്തിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ 4 A+ ഒക്കെ ഒരു മിനിമം A+ ആണ്. അപ്പോൾ ലാംഗ്വേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നിട്ട് അവർ VHSC എടുത്തത്. പൊതുവെ HSC കിട്ടിയില്ലെങ്കിൽ, ഹയർ സെക്കൻഡറി കിട്ടിയില്ലെങ്കിൽ VHSC ആണല്ലോ മാർക്ക് കുറഞ്ഞവർ പലരും എടുക്കുക. ചിലർ താല്പര്യം കൊണ്ടെടുക്കും, ചിലർ മാർക്ക് കുറഞ്ഞിട്ട് എടുക്കും. എന്നിട്ട് VHSC എടുത്തിട്ട് പോലും അപ്പം മാത്സ് ഉണ്ടായിരുന്നില്ല VHSCയിൽ. മാത്സ് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് വിചാരിച്ച് സൈഡായിട്ട് നമ്മുടെ ബാച്ച് ജോയിൻ ആയിട്ട് പഠിച്ചത്. എന്നിട്ട് 45 മാർക്ക് കിട്ടി, കണ്ടോ. പക്ഷേ മാത്സും അവന് സീരിയസ്നെസ് കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അവന്റെ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകളെല്ലാം അവന് A+ നേടിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫിസിക്സ് റിവാലുവേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രി അറൗണ്ട് 4 ഫുൾ മാർക്കിന് അടുത്തെത്തി, 4 മാർക്ക് കൂടി ഫുൾ മാർക്ക്, ബയോളജി അറൗണ്ട് ഫുൾ മാർക്ക്. മാത്സ് അവന് ചുമ്മാ സ്കൂളിലൊന്നുമില്ല, ചുമ്മാ സൈഡായിട്ട് പഠിച്ചാൽ. ഞാൻ പറഞ്ഞ അവരുടെ സ്ട്രീം VHSC ആയിരുന്നു, മാത്സ് അല്ല ലാബ് സ്ട്രീം ആയിരുന്നു. അപ്പം മാത്സ് ഇല്ലായിരുന്നു. മാത്സ് പിന്നെ എഞ്ചിനീയറിംഗിലോട്ട് പോകേണ്ടി വന്നാലോ ഭാവിയിൽ എന്ന് വിചാരിച്ച് പഠിച്ചതാണ്. സൈഡായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ അവർ സീരിയസ്നെസ് കൊടുക്കാണ്ട് പഠിച്ചത് 45. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ. ഇത് 2 വട്ടം ഫെയിലായ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇവരാദ്യം ഫെയിലായി, പിന്നെ എഴുതി നോക്കി ഫെയിലായി. അങ്ങനെ പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ, ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന് 46 മാർക്കാണ്
6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ 2 വട്ടം ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന് A+ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ്? അത് അവരെ ലെവലിൽ നിന്ന് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടാണ്. +1 36, അതായത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ +1ഉം +2 എഴുതേണ്ടി വരും. അതായത് നിങ്ങളിപ്പം +2 ഫെയിലായി എന്ന് വിചാരിക്കുക, സേലും ഫെയിലായി എന്ന് വിചാരിക്കുക, പിന്നെ +1ഉം +2 എഴുതണം. +1 എഴുതിയപ്പോൾ തന്നെ അവർക്ക് ഡബിൾ പാസ് ആയി, +2 എഴുതിയപ്പോൾ A+ അടുത്തു എത്തി. 2 വട്ടം ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾ നോക്കണം. ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിന് പോലും ഈ ഒരു റേഞ്ചിൽ എത്തി എന്ന് പറയുമ്പോൾ, അതുപോലെ 9 മാർക്ക് 15 മാർക്കൊക്കെ ആയിട്ട് ഫെയിൽ ആയിട്ട് കണ്ടോ. ഇവർ കെമിസ്ട്രി 36, അതുപോലെ 39 കേസുകൾ. ഇവർ +1 ഫിസിക്സ് 16 ഫെയിലായി +2 വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ. പിന്നെ സേ എഴുതിയപ്പോൾ കണ്ടോ 40 അതായത് കുറഞ്ഞ സമയം കൊണ്ട്. സേക്ക് ഞാൻ പറഞ്ഞല്ലോ 20-25 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 2.5 മാസം ഉണ്ട്. പക്ഷേ 2.5 മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2ന്റെ ആ ഒരു സമയം കൂടി അവിടെ എന്താവുന്നുണ്ട്, കോംപ്രമൈസ് ആവുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ പിന്നെ ഒക്ടോബറിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ +2 പഠിക്കാൻ കുറച്ച് സമയമുള്ളൂ. നവംബർ, ഡിസംബർ, ജാനുവരിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ വരും, മോഡൽ, പിന്നെ അതേ പബ്ലിക് പ്രാക്ടിക്കൽ വരും, പിന്നെ റെക്കോർഡ് ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മോഡലാ ഫെബ്രുവരിയിൽ. അപ്പോഴേക്ക് പിന്നെ എക്സാം ആയി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, സമയം കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിനകത്ത് പഠിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാം. ബെറ്റർ നിങ്ങൾ ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ ബെറ്റർ ജോയിൻ എ ബാച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന സ്ട്രക്ചേർഡ് ആയിട്ട്, അല്ലാണ്ട് ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ ഒക്കെ ഡിഫറൻ്റ് ആണ്. യൂട്യൂബിലെ ക്ലാസ്സും കണ്ടിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതൊക്കെ വലിയ റിസ്ക് ആണെന്ന് മനസ്സിലാക്കുക. കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോൺസെപ്റ്റ് മനസ്സിലാവുന്ന ക്ലാസ്സുകളിൽ ജോയിൻ ആവുക. 9, 31 കേസുകൾ, 17, 30, അങ്ങനെ ഒരുപാട് 10, 28, 14, 32. ഇനി ഞാൻ +1 ഇമ്പ്രൂവ്മെന്റിന്റെ കേസ് കാണിക്കാം. 2 വട്ടം ഫെയിലായിട്ട് +1 പിന്നെ അവർക്ക് സേ എഴുതിയപ്പോൾ നോക്കും 36. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഈ ഒരു 31 കേസുകൾ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ അതിനകത്ത് പറഞ്ഞില്ല. ബാച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബാച്ചസ് നമ്മൾ നാളെ തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റെക്കോർഡായിട്ട് അവിടെ വരും. അപ്പോൾ ക്ലാസ് ഒന്നും മിസ്സാവില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല PDF കാര്യങ്ങളൊക്കെ ആപ്പിൽ അതിനകത്തുണ്ടാവും. അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കാണും. 77, 36, 70, 70, 45. മാത്രമല്ല അത് ആർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും ആണ് എന്നത് കൂടിയാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പം നിങ്ങളെപ്പോലെ ഫെയിൽ ആയവരൊക്കെ പിന്നീട് എങ്ങനെ മുന്നോട്ടേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിരാശപ്പെടേണ്ട, നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ. ദാറ്റ്സ് ഓൾ. താങ്ക്സ്.